കുറച്ച് ദിവസം മുമ്പാണ് ഇതേ കണക്കുണ്ടെങ്കിൽ രേണും അതോടെ തന്നെ ദാസേട്ടനും അഭിനയിച്ച ഒരു പുതിയ ആൽബം ഇറങ്ങിയത്. ഇത് വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഭയങ്കര നെഗറ്റീവായുള്ള രീതിയിലാണ് കമൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ഭയങ്കരമുള്ള ഒരു വൃത്തികെട്ട രീതിയിലൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ഇതേ കണക്ക് ആൽബം എന്ന് പറഞ്ഞിട്ട് ഇതേ കണക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ രേണു സുധിക്ക് ഒരു കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവർക്ക് ഉണ്ടാകുന്ന ഭാവിയിൽ ഇതേ കണക്കത്തുള്ള നാണക്കേട് ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഈ ദാസേട്ടനാണെങ്കിലും ഒരു ഭാര്യയുണ്ട്. സോ ഇതേ കണക്കാകുമ്പോൾ സമൂഹത്തിൽ ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവരുടെയൊക്കെ ട്രെൻഡായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുമ്പോൾ അത് അവരോടുള്ള അസൂയ ഉണ്ടാകുന്നുള്ള രീതിയിൽ ഇവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ഇത് ചെയ്യുന്നുള്ള രീതിയിലാണ് ഓരോരോ വീഡിയോസും ആൽബംസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ചെയ്യുന്നതിൽ ഇതേ കണക്ക് പ്രശ്നമുണ്ടോയെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്യുമ്പോഴത്തേക്കും മിക്ക ആൾക്കാരും നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ പറയാറുണ്ട്. അത് സാധാരണ രീതിയിലാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ പോലും ഉണ്ട് ഇതേ കണക്കുള്ള കാര്യങ്ങളാകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു ആൽബം എന്നുള്ള രീതിയിൽ മെയിനായിട്ട് സെക്ഷൽ രീതിയിലാണ് മെയിനായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ സ്റ്റോറിയോ കാര്യങ്ങളോ അങ്ങനത്തുള്ള ഒന്നുമില്ല. അത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മൾ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.